ബഹുമാനപ്പെട്ട ഉസ്താദേ, ആ കിതാബ് നിങ്ങളൊന്ന് എത്തിക്കണം. ഉടനെ അസ്ഹരി തങ്ങളുടെ മറുപടി, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്തയുടെ ഇന്നത്തെ സെക്രട്ടറിയോട്, സൈനുദ്ദീൻ മുസ്ലിയാരെ, അങ്ങനെ ഒരു കിതാബുമില്ല, ഒരു വ്യാഖ്യാനമല്ല, അതൊക്കെ പറഞ്ഞെങ്കിലല്ലേ ഈ മുസ്ലിയാക്കന്മാർക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ. സഹോദരങ്ങളെ, ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ മഹത്തായ സമസ്തയെ സംരക്ഷിക്കാൻ ഞങ്ങളെ ജീവനേക്കാൾ സ്നേഹിച്ച സംഘടനയാണ്. എന്തിനു വേണ്ടി? ഞങ്ങൾ കാണാത്ത പലതും കിതാബിലൊക്കെ ഈ സത്യങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ കാണാത്ത പലതും ഈ പണ്ഡിതന്മാർ കണ്ടിട്ടുണ്ടാകുമെന്ന ധാരണയിൽ അത് അവിടെ തകരുന്നു. മാത്രവുമല്ല, സമസ്തയുടെ പ്രസിഡന്റിന്റെ മകളെ മുജാഹിദിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു, വലിയ പ്രശ്നമാകുന്നു. അപ്പോ മുജാഹിദുകളോട് സാധാരണക്കാർക്ക് സലാം പറയാൻ പാടില്ല, അതുപോലെ അവരുമായി ബന്ധപ്പെടാൻ പാടില്ല. പക്ഷേ സമസ്തയുടെ പ്രസിഡന്റ്, അതുപോലെ സെക്രട്ടറി, ഈ ലെവലിലൊക്കെ ഉള്ള ആളുകൾക്ക് അവരുടെ മക്കളെ മുജാഹിദുകളുമായി വിവാഹം കഴിപ്പിക്കുക, അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവ സമ്പത്തുകൾ നിങ്ങളോടുകൂടെ പങ്കുവെക്കാൻ ഞങ്ങൾക്കുണ്ട്. ഞാൻ ചെറുശ്ശേരിയുടെ വീട്ടിലിരിക്കുമ്പോ ചെറുശ്ശേരി ഞാനടക്കമുള്ള 11 പണ്ഡിതന്മാരോടാണ്, ഞാൻ പണ്ഡിതനല്ല, എന്റെ കൂടെയുള്ള പണ്ഡിതന്മാരോടാ പറയുന്നത് ഈ വസ്തുത. എന്റെ കൂടെയുള്ള ആളുകൾ ഇത് കേട്ടപ്പോ പൊട്ടിച്ചിരിച്ചപ്പോ എന്റെ കണ്ണിൽ കണ്ണുനീരൊഴുകുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് മിണ്ടിയില്ല. കാരണം എന്താണെന്നറിയോ? മാളയിൽ ദർശനം നടത്തുന്ന കാലത്ത് ഒരു പ്രവർത്തകൻ, ഒരു മനുഷ്യൻ സമസ്തയോട് എതിരായി തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ ആ മനുഷ്യൻ നാട്ടിൽ നിന്ന് വീട് വിറ്റ് എടവിലങ്ങ് എന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ കാരണക്കാരനായത് ഞാനായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന് ഫോർട്ട് കൊച്ചിയിലെ ഒരു ഓഡിറ്റോറിയത്തിൽ പ്രസംഗിക്കുമ്പോ അദ്ദേഹം ഫ്രണ്ടിലിരിക്കുന്നു, എന്നിട്ടൊരു കൂളിംഗ് ഗ്ലാസ് കണ്ണടയും വെച്ചിരിക്കുന്നു. ഞാൻ അറിയുന്നില്ല. പ്രസംഗം കഴിഞ്ഞതിന് ശേഷം സ്റ്റേജിലേക്ക് കയറി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിതുമ്പിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞതെന്താണെന്നറിയോ? ഉസ്താദേ, ഇത് കാണാൻ ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും രാത്രി തഹജ്ജുദ് നമസ്കരിച്ച് ഇവിടുന്ന് നാട് വിട്ട് അന്യ നാട്ടിൽ ചെന്ന് അവിടെ താമസിക്കുമ്പോ തഹജ്ജുദ് നമസ്കരിച്ച് പടച്ച തമ്പുരാനോട് ഇതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞ അദ്ദേഹം കരയുന്ന രംഗം. ഇത്തരം ശക്തമായി ഈ സംഘടനയ്ക്ക് ഞങ്ങളുടെ ജീവൻ വരെ നൽകാൻ തയ്യാറായ ഞങ്ങൾക്ക് ഞങ്ങൾ കാണാത്ത പലതും ഈ കാരണവന്മാർ, ഈ നേതാക്കന്മാർ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അതുപോലെ അതിനിടയിലാണ് മുസ്തഫ ഫൈസി പലിശയുടെ പ്രശ്നവുമായി വരുന്നത്. മുസ്തഫ ഫൈസി 2 സമസ്തയെയും വെല്ലുവിളിച്ചു. EK സമസ്തയോടും പറഞ്ഞു, AP സമസ്തയോടും പറഞ്ഞു, നിങ്ങളെ 2 കൂട്ടരെയും ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ പറഞ്ഞ ഈ പലിശ ഹറാമാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. 2 സമസ്തയും മിണ്ടാതെ നിന്നു. ഞാൻ നിങ്ങളുടെ അടുത്തുള്ള പാതിരമണ്ണയിൽ 4 വർഷം ദർസ് നടത്തിയവരാ. അവിടെയുള്ള എന്റെ ഗുരുനാഥൻ പാതിരമണ്ണയിലെ വാപ്പു മുസ്ലിയാരെ സമീപിച്ച് ഞാൻ പറഞ്ഞു, താതെ മുസ്തഫ ഫൈസി ഈ രൂപത്തിൽ വെല്ലുവിളിച്ചിട്ട് എന്താണ് ആ വെല്ലുവിളി സ്വീകരിച്ചുകൂടെ? ഉസ്താദ് എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഉമ്മറേ, നമ്മുടെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർക്കും ആ വാദമുണ്ട്. പിന്നെ എങ്ങനെയാണ് നമ്മൾ വാദപ്രതിവാദത്തിന് തയ്യാറാവുക? നിങ്ങൾ ആലോചിക്കൂ സഹോദരങ്ങളെ. അതുപോലെ മുസ്തഫ ഫൈസിയുടെ പലിശ എന്ന പുസ്തകത്തിന്റെ 8ാം പേജിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുകയാണ്, ഈ പുസ്തകം എഴുതാൻ എന്നെ സഹായിച്ച പണ്ഡിതന്മാർക്കും ഗൾഫിലെ സുഹൃത്തുക്കൾക്കും നന്ദി എന്ന് പറയുന്നു. ആരാണ് ആ പണ്ഡിതന്മാർ? അറിയേണ്ടതില്ലേ? അവരെ പുറത്താക്കിയോ? ഇതുപോലെ മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഷെർവാനിയുടെ ഇബാറത്ത്, ബാജൂരിയുടെ ഇബാറത്ത്, തുഫയുടെ ഇബാറത്ത്, ഷറൗൽ വദബിന്റെ ഇബാറത്ത്, തബഖാത്ത് ബിൻ സഅദിന്റെ ഇബാറത്ത്, ഇആനത്തിന്റെ ഇബാറത്ത്, നിഹായയുടെ ഇബാറത്ത്, മൂനിയുടെ ഇബാറത്ത്, ആ ഇബാറത്തുകൾക്കൊക്കെ അദ്ദേഹം എഴുതിയ അർത്ഥങ്ങൾ തെറ്റാണെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. പിന്നെന്താ സഹോദരങ്ങളെ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് വസ്തുതകളും അവിടെയുണ്ട്. ഇത് ഞങ്ങൾ പറയുമ്പോ അത് പ്രശ്നമാകും. ചിലർക്കൊക്കെ എന്താ അറിയോ, കാശ് കിട്ടിയിട്ടുണ്ടാവുന്നുള്ള തോന്നൽ. ഞാന് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് 6 മാസം മുജാഹിദുകൾ പോലും അറിയില്ല. കരുവാരകുണ്ടിലെ ഷെരീഫ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്രേ ഒരു ഉമർ ഫൈസി മുജാഹിദായിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെവിടേക്ക് വരില്ല, നമുക്ക് തേടി പോകാനൊന്നും ആവില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഇവര് പോലും അറിയാതെ ഞാൻ മുജാഹിദായിട്ടുണ്ട് എന്ന് സമസ്തയുടെ മുസ്ലിയാക്കന്മാരറിയുന്നു. അങ്ങനെ സമസ്തയുടെ SYSന്റെ സ്റ്റേറ്റ് കൗൺസിലർ ഈ മൊയ്തീൻ ഫൈസി പുത്തനൈ രാത്രി സുബഹിക്ക് എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഈ അഭിപ്രായം ഒന്ന് തിരുത്തണം, നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കണം. നിങ്ങൾ മുജാഹിദുകളിൽ നിന്ന്
ഭീമമായ തുക കൈപ്പറ്റിയതിന്റെ പേരിലാണ് മുജാഹിദായത് എന്ന് ഞങ്ങൾക്കൊക്കെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര സാമ്പത്തിക ബാധ്യതയുണ്ടെങ്കിലും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് നിങ്ങളുടെ കടം വീട്ടാൻ ഒരു പ്രശ്നവുമില്ല. എത്ര സാമ്പത്തികമായ ബാധ്യതയുണ്ടെങ്കിലും ഞങ്ങൾ പരിഹരിച്ചു തരാം. എനിക്ക് പറയാമായിരുന്നില്ലേ സഹോദരങ്ങളെ, സുബ്ഹിന്റെ സമയത്ത് എന്റെ കുഞ്ഞുമക്കൾ ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ മാതാവ് രാത്രിയിൽ മാനസികമായ രോഗം കാരണം ഉറക്കമില്ലാതെ കഴിയുമ്പോ എന്റെ മാതാവ് കയറി വരുന്നു. ഞങ്ങൾ സംസാരിക്കുന്ന റൂമിന്റെ അരികിലേക്ക് ഒരാളും ഈ ലോകം അറിയാത്ത, ലോകം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, കേരളം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സമസ്തയുടെ SYSന്റെ സ്റ്റേറ്റ് നേതാവ് ഈ മൊയ്തീൻ ഫൈസി പുത്തനൈ ഇന്നും ഹയാത്തിലുള്ളതാണ്. ആയത്തും ഹദീസും ദുർവ്യാഖ്യാനമല്ല. അദ്ദേഹം പറഞ്ഞു എത്ര ബാധ്യതയുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. എനിക്ക് പറഞ്ഞുകൂടായിരുന്നോ ഒരു 10 കോടിയുടെ ബാധ്യതയുണ്ട്, അത് നിങ്ങൾ തരികയാണെങ്കിൽ അൽഹംദുലില്ലാഹ് അത് പരിഹരിക്കാം എന്നെനിക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഇല്ല സഹോദരങ്ങളെ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? എനിക്ക് ഞാൻ മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കില്ലല്ലോ. ശരി, നിങ്ങളുടെ വിശ്വാസപ്രകാരം ഒരു 50 ലക്ഷം ഞാൻ മേടിച്ചിട്ടുണ്ടാകുമെന്നായിരിക്കും. എന്താവട്ടെ, നിങ്ങളുടെ ഈ ധാരണ ഞാൻ തിരുത്തുന്നില്ല. എനിക്കുള്ള ബാധ്യത എന്താണെന്നറിയോ? നിങ്ങൾ 50 ലക്ഷം വേണ്ട, 5 കാശും തരണ്ട. മഹാനായ ഇമാം ഷാഫി ഇന്ന് കുത്ബിയത്ത് നടത്തുന്നില്ലേ, ഇസ്തിഗാസ നടത്തുന്നില്ലേ? ഈ പരിപാടി ഷാഫി മദ്ഹബ് പ്രകാരമല്ലേ? എങ്കിൽ ഇമാം ഷാഫി കുത്ബിയത്ത് നടത്താൻ, ഇസ്തിഗാസ നടത്താൻ, മരിച്ചുപോയ മഹാന്മാരോട്, അമ്പിയാവുലിയാക്കന്മാരോട് ദുആ ചെയ്യാൻ ഇമാം ഷാഫി ഓതിയ ഒരായത്ത് തരൂ, ഒരു ഹദീസ് തരൂ. ഞാൻ 50 ലക്ഷത്തിന്റെ 50 കോടിയുടെ ബാധ്യത മുജാഹിദുകളുമായി ഉണ്ടെങ്കിൽ ഞാനത് അവർക്ക് തിരിച്ചു കൊടുത്ത് ഇമാം ഷാഫി ഓതിയ അള്ളയല്ലാത്തവരോട് ദുആ ചെയ്യാനുള്ള ഹദീസ് മതി, ആയത്ത് മതി. ഈ ലോകവും അതിലുള്ളത് മുഴുവനും വിറ്റാലും കിട്ടാത്ത അല്ലാഹുവിന്റെ സ്വർഗം എനിക്കതുകൊണ്ട് ലഭ്യമാകും എന്ന് പറഞ്ഞപ്പോ ഈ മൊയ്തീൻ ഫൈസി എന്റെ മുമ്പിൽ തർക്കിക്കുന്നു. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് സഹാബത്ത് ഒരുപാട് യാ റസൂലുള്ള പറഞ്ഞിട്ടില്ലേ, യാ റസൂലുള്ള പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞു നിങ്ങൾ ഷാഫി ഇമാമല്ലല്ലോ, ഷാഫി ഇമാം പറഞ്ഞ ഹദീസ് പറയൂ. എന്നാ റസൂലുള്ളാഹിന്റെ അരികിൽ പോയിട്ട് യാ റസൂലുള്ള എന്ന് പറഞ്ഞെങ്കിൽ എന്റെ അടുക്കൽ വന്ന് ഉമ്മറേ എന്ന് നിങ്ങളും വിളിച്ചില്ലേ? ഇതൊക്കെ മരിച്ചുപോയോര്, മരിച്ചുപോയ ആളുകളോട് ഇസ്തിഗാസ നടത്താൻ തെളിവാണോ എന്ന് പറഞ്ഞപ്പോ ബഹളമായി. എന്റെ മാതാവ് പറഞ്ഞു, പൊന്നുമോനെ ഈ മൊയ്തീൻ മുസ്ലിയാർ പറഞ്ഞത് കേട്ടോളാ. ആ സമയത്ത് എനിക്ക് മറുപടി പറയാൻ വേണ്ടി ഒരിക്കൽ ഈ മൊയ്തീൻ ഫൈസി വന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ മാതാവ് പറഞ്ഞിട്ടുണ്ട് ഈ മൊയ്തീൻ മുസ്ലിയാർ പറഞ്ഞത് കേട്ടോളാ. അപ്പൊ എന്റെ സഹോദരങ്ങളെ, സാമ്പത്തികമായ ബാധ്യതകൾ എനിക്ക് സമസ്തയുടെ SYSന്റെ സ്റ്റേറ്റ് നേതാവ് അദ്ദേഹമാണ് ഓഫർ ചെയ്തത്. എത്രയുണ്ടെങ്കിലും കോടികളുണ്ടെങ്കിൽ ഞങ്ങൾ വഹിക്കാം, തിരിച്ചു പോന്നോളൂ. എന്നിട്ട് ആ അപരാധം ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ ആരോപിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇല്ല, റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ രക്ഷപ്പെടുകയില്ല. എന്റെ സംഘാടകരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു 3 മിനിറ്റ് കൂടെ ഞാൻ എടുക്കുന്നു. എന്താ അറിയോ? നാളെ പരലോകത്ത് അശ്ശരി ത്വരീഖത്ത് പ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞു പോകുന്ന പുത്തനങ്ങാടിയിലെയും ഈ പ്രദേശത്തെ ആളുകളോടും എനിക്ക് പറയാനുള്ള, ജനങ്ങളെ, നിങ്ങൾ റബ്ബിന്റെ കോടതിയിൽ മഹ്ശറയിൽ വരും. അല്ലാഹ് നിങ്ങളോട് ചോദിക്കും, അല്ലാഹുവിലുള്ള വിശ്വാസം അശ്ശരി ത്വരീഖത്ത് പ്രകാരം എങ്ങനെയാണ് നീ വിശ്വസിച്ചത് എന്ന് ചോദിച്ചാൽ ഈ പുത്തനങ്ങാടിയിൽ ഇത് കേൾക്കുന്ന എന്റെ കരളിന്റെ കഷ്ണങ്ങളായ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? റബ്ബിന്റെ കോടതിയിൽ ഉസ്താദിനെ തിരയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല. നിങ്ങൾ ജനിച്ചിട്ട് ഇന്ന് വരെ അശ്ശരി ത്വരീഖത്ത് പ്രകാരം അല്ലാഹുവിലുള്ള വിശ്വാസം ഇന്നതാണ് എന്ന് പറയുന്ന ക്ലാസാണ്, പ്രസംഗമാണ് ഇവിടെ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സമസ്തയുടെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ, ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അശ്ശരി ത്വരീഖത്ത് പ്രകാരം, അതുപോലെ ഷാഫി മദ്ഹബ് പ്രകാരം വിശ്വാസവും കർമ്മവും ചിട്ടപ്പെടുത്തണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്നുവരെ? കേൾക്കില്ല സഹോദരങ്ങളെ. മാത്രമല്ല, ഈ ഇമാം അശ്ശരിയുടെ ഗ്രന്ഥം, ഒരു ഗ്രന്ഥമെങ്കിലും സമസ്തയുടെ മദ്രസയിലോ അല്ലെങ്കിൽ പള്ളി ദർസിലോ അതല്ലെങ്കിൽ കോളേജിലോ പഠിപ്പിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? എന്താണത് ബഹിഷ്കരിക്കുന്നത്? ഇമാം അശ്ശരിക്ക് 90ഓളം ഗ്രന്ഥങ്ങളുണ്ട് സഹോദരങ്ങളെ. ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്ന ഇമാം അശ്ശരി രചിച്ച ഉസൂൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ, ഈ ഗ്രന്ഥത്തിന്റെ 1-ാം പേജ് തൊട്ട് അവസാനം വരെ അശ്ശരി ഇമാം മുജ്തഹിദായ പണ്ഡിതൻ അദ്ദേഹം രചിച്ച, അദ്ദേഹം പ്രമാണബദ്ധിതമായി പറഞ്ഞ ഈ പുസ്തകത്തിന്റെ 1-ാം പേജ് തൊട്ട് അവസാനം വരെ അശ്ശരി ഇമാം രചിച്ച
ഗ്രന്ഥം ഞങ്ങൾ അംഗീകരിക്കാം. സമസ്തക്കാർ ഇത് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? സമസ്തയുടെ വക്താക്കളോട് ഞാൻ ചോദിക്കുകയാണ്. ഇതിലെ ഒരു പേജും വിടാതെ മുജാഹിദുകൾ അംഗീകരിക്കാം, അശ്ശരി ഇമാമിനെ അംഗീകരിക്കാം. അശ്ശരി ഇമാമ് ഹിജ്റ 260 ജനിച്ച മഹാപണ്ഡിതനാണ്. ആ മനുഷ്യൻ രചിച്ച ഗ്രന്ഥമാണിത്. ഞാനിവിടെ കരുവാരകുണ്ടിനടുത്ത് ഇരിങ്ങാശ്ശേരിയിലുള്ള ആളാണ്. എന്റെ അഡ്രസ് ആർക്കും കിട്ടും. ഈ ഗ്രന്ഥം ഞാൻ പറയുന്നു, അശ്ശരി ഇമാമിനെ ഞങ്ങൾ തള്ളിയെങ്കിൽ, മുജാഹിദുകൾ തള്ളിയെങ്കിൽ, അശ്ശരി ഇമാമിന്റെ ഈ ഗ്രന്ഥത്തിലെ ഓരോ പേജിലെയും നിരവധി അനവധി കാര്യങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടാതെ സമസ്തക്കാർക്കൂടെ സമസ്തക്കാരായി നടക്കാൻ കഴിയില്ല. അതുപോലെ ഈ ഗ്രന്ഥം ഏതാണെന്നറിയാമോ? ഇമാമുൽ ഹറമൈനിയുടെ പിതാവ് യൂസുഫുൽ ജുവൈനി രചിച്ച ഗ്രന്ഥമാണ് റിസാലത്തും ഫീ ഇസ്ബാത്തിൽ ഇസ്തിവാ. ഈ ഗ്രന്ഥം യൂസുഫുൽ ജുവൈനി അറിയാത്ത ഉസ്താദുമാരുണ്ടോ? മഹാപണ്ഡിതനാണ് യൂസുഫുൽ ജുവൈനി. കൊല്ലത്തിൽ 2 പ്രാവശ്യം സക്കാത്ത് കൊടുക്കുമത്രേ. ചിലപ്പോ നിയ്യത്ത് മറന്നിട്ടുണ്ടാകും, അതല്ലെങ്കിൽ അർഹരായിരിക്കുന്ന ആളുകൾക്കായിരിക്കില്ല കൊടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് അത്രയും സൂക്ഷ്മതയോടെ ജീവിക്കുന്ന മഹാനായ ഇമാം യൂസുഫുൽ ജുവൈനി, ഷാഫി തബഖാത്തിൽപ്പെട്ട വലിയ പണ്ഡിതനായ യൂസുഫുൽ ജുവൈനിയുടെ ഈ ഗ്രന്ഥത്തിന്റെ 1-ാം പേജ് തൊട്ട് അവസാന പേജ് വരെ മുജാഹിദുകൾ അംഗീകരിക്കും. സമസ്തക്ക് അംഗീകരിക്കാൻ ധൈര്യമുണ്ടോ? സൗകര്യമുണ്ടോ? മുജാഹിദുകൾ പണ്ഡിതന്മാരെ തള്ളുന്നു എന്നാ പറയുന്നത്. മഹാനായ ഇമാം അശ്ശരി രചിച്ച ഇബാനയാണ് എന്റെ കയ്യിലുള്ളത്. ഈ ഇബാന എന്നാണ് രചിച്ചിരിക്കുന്നത് അറിയോ? 90 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ പ്രിന്റ് കൈറോയിലും സിറിയയിലും അച്ചടിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. അതിൽ കൈറോയിൽ നിന്നിറങ്ങിയ 90 വർഷം മുമ്പ് ഇറങ്ങിയ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിന്റെ 1-ാം പേജ് തൊട്ട് അവസാനം വരെ മുജാഹിദുകൾ അംഗീകരിക്കാം. സമസ്തക്ക് തയ്യാറുണ്ടോ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സഹോദരങ്ങളെ, എന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പണ്ഡിതന്മാർ ഒരുപാടുണ്ട്. ഇതുപോലെ പൊള്ളുന്ന സമസ്തയുടെ ഉസ്താദാക്കന്മാർക്ക് ഉറക്കം വരാത്ത ഒരുപാട് സത്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങളുടെ ഭാണ്ഡവുമായിട്ടാണ് ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. അതുകൊണ്ട് നാളെ പരലോകത്ത് സമസ്തക്കാർ ഇങ്ങോട്ട് മാറൂ എന്നല്ല പറയുക. ഒരൊറ്റ ആയത്ത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. സൂറത്ത് ഫുർഖാനിൽ അല്ലാഹു പറയുന്നു, ഈ ലോകത്ത് ജീവിക്കാനുള്ള ക്രമം തെറ്റിച്ച ആളുകൾ അവരുടെ 2 കൈയും കടിച്ച് കരയുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അവര് പറയും, യാ ലൈതനി തഖത്തു മഅ റസൂലി സബീലാ, പടച്ചവനെ റസൂലിനോട് കൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കരയും.